നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടിയുടെ പരാതിയല്ല, ഇനി ഒരുപാട് പെൺകുട്ടികളുടെ പരാതികളുടെ ഒഴുക്കായിരിക്കും. എല്ലാത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. രാഹുലിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടി റിനി ആൻ ജോർജ്. അതായത് ഹൂ കെയേഴ്സ് എന്ന നടി റിനി ആൻ ജോർജിന്റെ ഒരു പരാമർശത്തിൽ നിന്നായിരുന്നല്ലോ ഈ വിവാദങ്ങളുടെ എല്ലാം കെട്ടഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതിപ്പെട്ടതോടെയാണ് റിനി വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. രാഹുലിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു റിനി. വളരെയധികം സന്തോഷമുണ്ടെന്നും എത്ര അസത്യ പ്രചാരണങ്ങൾ നടത്തിയാലും സത്യം വിജയിക്കും എന്നുള്ളതിന്റെ തെളിവാണിത്. അതിജീവിതകൾ ആരുമില്ല, ഇത് വെറുമൊരു കെട്ടുകഥ മാത്രമാണെന്ന് പ്രചരിപ്പിച്ചവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. ഒരു അതിജീവിത മാത്രമല്ല, ഒരുപാട് അതിജീവിതകളുണ്ട്. ബുദ്ധിമുട്ടുകൾ നേരിട്ട മറ്റു പെൺകുട്ടികൾ മുന്നോട്ട് വരണം, നിയമപരമായി നേരിടണം. പേര് പറയാതെ താൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിന് വലിയ സൈബർ അധിക്ഷേപമാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയും കൂടെ നിൽക്കുന്നവരും യുവതിക്കുമേൽ നടത്തുന്ന സമ്മർദ്ദമാണ് പരാതി നൽകാൻ ഇത്രയും വൈകാൻ കാരണമെന്നും റിനി ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നു. അതായത് ഒരിടയ്ക്ക് റിനി വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ തന്നെ പല പൊട്ടിത്തെറിക്കുന്ന രീതിയിലൊക്കെ റിനി സംസാരിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചതും. എന്നാൽ റിനി കൃത്യമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെയാണ് എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് റിനിക്ക് നേരെ രാഹുലിന്റെയും ഷാഫിയുടെയും സൈബർ ഗ്രൂപ്പുകൾ വലിയ സൈബർ ആക്രമണമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് റിനി അങ്ങനെ പൊതുമധ്യത്തേക്ക് വരാതെയായി. ഇപ്പോൾ രാഹുലിനെതിരെ പരാതി കിട്ടി എന്നുള്ള വിവരം പുറത്തു വന്നതോടെയാണ് റിനിയും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. റിനി പ്രതികരിക്കാൻ തയ്യാറായിട്ട് പോലും ഇതുവരെ വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. റിനിയുടെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളയാളാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് റിനിയെ ഇറക്കിയത് വി.ഡി. സതീശൻ ആണ് എന്നുള്ള തരത്തിൽ കോൺഗ്രസിലെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും പൊട്ടിത്തെറികളും പോസ്റ്റുകളും ഒക്കെ പുറത്തേക്ക് വന്നതായിരുന്നല്ലോ. ലൈംഗിക ചൂഷണ പരാതിയിൽ അറസ്റ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരങ്ങൾ. അതിജീവിതയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്താനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. രാഹുലിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. 3.5 വർഷം മുൻപാണ് തനിക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായത് എന്ന് റിനി ആൻ ജോർജ് പറഞ്ഞിരുന്നു. യുവനേതാവിന്റെ പേരെന്താണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ അവർ തയ്യാറായതേയില്ല. പലതവണ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും ഒരു ചിരി മാത്രമായിരുന്നു. പിന്നീട് പറഞ്ഞത് ഹൂ കെയേഴ്സ് എന്ന് മാത്രമായിരുന്നു. അതായത് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവനേതാവിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായത് എന്ന് റിനി ആവർത്തിച്ചു പറഞ്ഞതോടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഹൂ കെയേഴ്സ് എന്നായിരുന്നു. ഇക്കാര്യം മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യം ഉയർന്നുവെങ്കിലും റിനി അപ്പോഴും മറുപടി പറഞ്ഞില്ല. അതായത് പേര് പറയാൻ അവർ തയ്യാറായില്ല. സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു ആറ്റിറ്റ്യൂഡ്. മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് പ്രതീക്ഷിച്ചിരുന്നില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ ഫയർ ചെയ്തു, എന്നിട്ട് ഉപദേശിച്ചു. അപ്പോൾ പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽ പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വ്യക്തിയെപ്പറ്റി പരാമർശം വന്നിരുന്നു. ഹൂ കെയേഴ്സ്, അതാണ്. 3.5 വർഷം മുൻപായിരുന്നു ആദ്യ സന്ദേശം. അവസാനം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മെസ്സേജ് ചെയ്തത്. അയാളിൽ നിന്ന് പീഡനം നേരിട്ടവർ മുന്നോട്ട് വരണം. തനിക്ക് പീഡനം നേരിട്ടിട്ടില്ല. ഈ വ്യക്തിക്ക് ഒരു സംരക്ഷണ സംവിധാനമുണ്ട്. ഇതിനെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്ന് ഇയാൾ പറഞ്ഞതെന്നും റിനി വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. റിനിയുടെ വെളിപ്പെടുത്തലിൽ രാഹുലിനെതിരെ പ്രതികരണങ്ങൾ ശക്തമായ സാഹചര്യത്തിലായിരുന്നു പിന്നീട് എഴുത്തുകാരി ഹണി ഭാസ്കർ രാഹുലിനെതിരെ രംഗത്ത് വന്നത്. ജൂണിൽ ശ്രീലങ്കൻ യാത്രയ്ക്കിടെ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചുവെന്നും മറുപടി അയച്ചപ്പോൾ രാഹുലിന്റെ മെസ്സേജുകൾ തുടർച്ചയായി വന്നുവെന്നും ഹണി ആരോപണം ഉന്നയിച്ചു. ചാറ്റ് നിർത്താൻ അയാൾക്ക് ഉദ്ദേശമില്ല എന്ന് മനസ്സിലായതോടെ റിപ്ലൈ നൽകിയില്ല. എന്നാൽ താൻ അങ്ങോട്ട് ചെന്ന് ചാറ്റ് ചെയ്തതാണെന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പറഞ്ഞു നടന്നതായും ഹണി പറഞ്ഞു. രാഹുൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇത് തന്നോട് പറഞ്ഞതെന്നും ഹണി വെളിപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെയായിരുന്നു ഹണി ഫേസ്ബുക്കിൽ വിവരങ്ങൾ പങ്കുവച്ചത്. പിന്നീടായിരുന്നു തുരുതുരാ വിമർശനങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളും രാഹുലിന് നേർക്ക് വരുന്നത്. പിന്നീടാണ് ചില ചാറ്റും ഓഡിയോകളും പുറത്തേക്ക് വരുന്നു. പിന്നീട് ഗർഭഛിദ്രം നടത്താൻ ഒരു യുവതിയെ പ്രേരിപ്പിച്ചു. പിന്നീട് യുവതിയുടെ പിന്നാലെയായി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ.
എന്നാൽ ഒടുക്കം ആ യുവതി തന്നെ രംഗത്തേക്ക് വന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ റിനി വീണ്ടും പ്രതികരിച്ച് രംഗത്തേക്ക് വരികയാണ്. രാഹുലിന് തക്കതായ ശിക്ഷ കിട്ടണം, രാഹുൽ ഇനി ഇതുപോലെ ആരോടും പെരുമാറരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് റിനി ഇപ്പോൾ വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത്. അതായത് രാഹുലിനെതിരായ നടപടിയിൽ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് റിനി പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രമുഖർ മൗനം തുടരുകയാണ്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുതിർന്ന നേതാക്കൾ വാദിക്കുമ്പോൾ അതിജീവിതയെ കുറ്റപ്പെടുത്തി AICC ജനറൽ സെക്രട്ടറിയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും, തനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. കേസ് തെളിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ ആലോചിച്ച് തീരുമാനമെടുക്കും. നിലവിൽ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയാണ് ദീപയും സംസാരിച്ചത്. പെൺകുട്ടി ആദ്യം പരാതി നൽകേണ്ടിയിരുന്നത് പോലീസിലായിരുന്നു എന്ന് ഇവർ കുറ്റപ്പെടുത്തി. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് തടസ്സം നിൽക്കില്ല എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച ശേഷം നടത്താമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് നിയമപരമായി നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് മുൻപിൽ നിൽക്കാൻ രാഹുലിന് അവകാശമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നിമിഷം പോലും ജനങ്ങൾക്ക് മുൻപിൽ MLA ആയിരിക്കാൻ രാഹുലിന് അവകാശമില്ല എന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. അതിജീവിത പരാതിയും തെളിവും മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുൻപിൽ നിൽക്കാൻ അവകാശമില്ല. കേരളത്തിന്റെ MLA എന്ന നിലയിൽ ഇനി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയി അദ്ദേഹത്തെ അംഗീകരിക്കില്ല. രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നെല്ലാം വെറുതെ പറയുന്നതല്ലേ. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പരാതിയിൽ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ പ്രതിഷേധിക്കേണ്ട കാര്യം എന്താണ്? ഒരു നിമിഷം മുൻപെങ്കിൽ അങ്ങനെ രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. എന്നിട്ട് നിയമയുദ്ധം നടത്തട്ടെ എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയും ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്യിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് മേധാവി പരാതിക്കാരിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ തുടർ നടപടികൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.